അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ മൻ ഇസ്തഫാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. ബഹുമാനപ്പെട്ട ചേരിക്കപ്പാടം നൂറുൽ ഇസ്ലാം മദ്രസ ഭാരവാഹികളെ, ഉസ്താദുമാരെ, നാട്ടുകാരെ, ദീനി സ്നേഹികളെ, ഈ എളിയവൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സ്നേഹിതന്മാരെ, യുവതി യുവാക്കളെ, ചെറുപ്പക്കാരെ, ചേരിക്കപ്പാടം നൂറുൽ ഇസ്ലാം മദ്രസ അതിൻ്റെ 40ാം വാർഷികത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെടുന്ന വിവിധ തരത്തിലുള്ള മാതൃകാപരമായ, അഭിനന്ദനാർഹമായ, പ്രശംസനീയമായ പരിപാടികളും ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു, നടത്താൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു എല്ലാം ഖൈറായ രൂപത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാം സുന്ദരമായ രൂപത്തിൽ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഒരു പഠന സെഷനാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇൻഷാ അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന മഹല്ലായതുകൊണ്ട് പറയുകയാണ്, അവിടുത്തെ ഉസ്താദുമാരുടെയും മഹല്ല് ഭാരവാഹികളുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവർക്ക് ഒരുപാട് വികസനങ്ങൾ ആത്മീയമായിട്ട് ആ മഹല്ലിൽ, ആ നാട്ടിൽ ഒരുപാട് ചൈതന്യങ്ങൾ കരസ്ഥമാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, കുറച്ച് ദിവസങ്ങളിലായി പല ഉസ്താദുമാരും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിനീതനോടും കുറച്ച് സമയം എന്തെങ്കിലും സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ 1-2 വാക്കുകൾ നിങ്ങൾ ഉണർത്തുകയാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളും, മുസ്ലിം എന്നില്ല, അമുസ്ലിം എന്നില്ല, എല്ലാവരും ഇന്ന് പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, ഒരുപാട് സന്ദിഗ്ധമായ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങളാണെങ്കിലും ഫലസ്തീനിലെ മുസ്ലിമീങ്ങളാണെങ്കിലും എല്ലാം, എങ്കിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യ എന്ന മഹത്തരമായ, നാനാർത്ഥത്തിൽ ഏകത്വമെന്ന ഈ മതേതര രാജ്യം മറ്റേതിനെല്ലാം അപേക്ഷിച്ച്, മറ്റു ഇതര രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ സേഫാണ്, വളരെ സുന്ദരമാണ്, പവിത്രമാണ്. അള്ളാഹു നിലനിർത്തട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പല ആയത്തുകളിലൂടെ, പല സൂക്തങ്ങളിലൂടെ, സൂറത്തുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പല രൂപത്തിലും, പല ഭാവത്തിലും, പല സാധനങ്ങളെ കൊണ്ട്, നമുക്ക് അത്യാവശ്യമായ ഒരുപാട് സാധനങ്ങളെ കൊണ്ട്, കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കും. ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, പാനീയമില്ലാതെ, വസ്ത്രമില്ലാതെ, വീടില്ലാതെ, വിശപ്പ് കൊണ്ടും എല്ലാം അള്ളാഹു നമ്മെ പരീക്ഷിക്കുമെന്ന് അടിവരയിട്ടുകൊണ്ട് അള്ളാഹു വളരെ വ്യക്തമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ നമ്മോട് അഭിസംബോധനം ചെയ്യുന്നുണ്ട്. രോഗങ്ങൾ നൽകിയും, അതുപോലെ തന്നെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ഭരണാധികാരികളുടെ അതിക്രമങ്ങൾ കാരണമൊക്കെ നമുക്കൊരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നാം തരണം ചെയ്യേണ്ടി വരും, ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ മുൻഗാമികളായ മുഴുവൻ ആളുകളും, മുൻഗാമികളെല്ലാവരും ഈ ഒരു സന്ദിഗ്ധമായ ഘട്ടങ്ങളെ തരണം ചെയ്ത് അതിൻ്റെ ഇടയിലൂടെ ഈ പ്രയാസങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തത്, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയത്, ഇവിടെ ഇൽമ്, ദീന് പ്രചരിപ്പിച്ചത്, ദഅവത്ത് നടത്തിയതൊക്കെ ഈ ഒരു കലുഷിതമായ കാലഘട്ടത്തിലൂടെ നടന്നുപോയിക്കൊണ്ടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് എനിക്ക് ആദ്യമായി ഉണർത്തുവാനുള്ളത്, എത്ര വലിയ പരീക്ഷണങ്ങളെ നമ്മൾ നേരിടേണ്ടി വന്നാലും, എത്ര വലിയ മാരകമായിട്ടുള്ള രോഗങ്ങളെ നമ്മൾ നേരിടേണ്ടി വന്നാലും, നമ്മുടെ ഈമാനിനൊരു ചാഞ്ചാട്ടം ഉണ്ടാകാൻ പാടില്ല, ഈമാനിനൊരു കുറവ് വരാൻ പാടില്ല. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ഒരു
ബലഹീനത ഒരിക്കലും നമുക്ക് വരാൻ പാടില്ല. നമുക്ക് പരീക്ഷണങ്ങൾ വരും തോറും, പ്രതിസന്ധികൾ നമുക്ക് വരും തോറും കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലരായിക്കൊണ്ട്, കൂടുതൽ ആത്മാർത്ഥയോടുകൂടി ഇഖ്ലാസോടുകൂടി നമ്മൾ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. മഹാന്മാർ മുഴുവനും, മശായിഖന്മാർ മുഴുവനും, അവരൊക്കെ ഓരോ കാലഘട്ടത്തിലും അതിനനുസരിച്ചിട്ടുള്ള, അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്തവരാണ്. നമുക്കറിയാലോ, എത്രയോ നബിമാരുണ്ട്. 1,00,000-ൽ പരം നബിമാരുണ്ട്. 1,24,000-ൽ പരം പ്രവാചകന്മാരുണ്ടല്ലോ. അവരൊക്കെയും ഒരുപാട് പ്രശ്നങ്ങളെ, ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തവരാണ്. ഇന്ന അശദ്ദന്നാസി ബലാഅൻ അൽ അംബിയാ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും കഠോരമായിട്ടുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ അനുഭവിച്ചത് അമ്പിയാക്കളാണ്. മാത്രമല്ല, ആ അമ്പിയാക്കളിൽ തന്നെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത് ലോകത്തിന്റെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ, നമ്മൾ റസൂലുള്ളാഹി തങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടത്. ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ, ദുഃഖങ്ങൾ, ഹുസ്ന്, കർബ് എല്ലാം റസൂലുള്ളാഹി തങ്ങളാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ആ മുത്ത് റസൂലുള്ളാഹിന്റെ അനുയായികളാണ് നമ്മൾ എന്ന ബോധ്യത്തോടുകൂടെ എന്ത് വലിയ മലമറിക്കുന്ന പ്രശ്നങ്ങൾ വന്നാലും ഒരിക്കലും നമ്മൾ തളരാനോ നമ്മുടെ ഈമാനിന് ചാഞ്ചാട്ടം ഉണ്ടാകാൻ പാടില്ല. ഞാൻ നിങ്ങളോട് പറയാൻ കരുതിയത് ഒരു വളരെ ശറഫാക്കപ്പെട്ട പവിത്രമായ ഒരു മഹദിയുടെ ഒരു ചരിത്രമാണ്. സുദീർഘമായ ചരിത്രമാണ്. എളിയ രൂപത്തിൽ ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ മഹദിയുടെ ചരിത്രം കേട്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ മഹദി പോകേണ്ട സ്വർഗത്തിലേക്കാണല്ലോ റഹ്മാനെ ഞങ്ങളൊക്കെ പോകേണ്ടത്. കേവലം 5 വഖത്ത് നമസ്കാരങ്ങളെ കൊണ്ടോ, ചെറിയ കുറച്ച് സക്കാത്തുകളെ കൊണ്ടോ, അല്ലെങ്കിൽ ഹജ്ജ് കർമ്മങ്ങളെ കൊണ്ടോ, അല്ലെങ്കിൽ കുറച്ച് നോമ്പുകളെ കൊണ്ടോ നാമൊക്കെ സ്വർഗത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നൊന്ന് വിലയിരുത്തണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരിക്കൽ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിലെ രാപ്രയാണം നടത്തുമ്പോ, മിഅ്റാജിന്റെ രാത്രിയിൽ ഒരിക്കൽ നബി തങ്ങൾ ഇങ്ങനെ രാപ്രയാണം നടത്തുമ്പോ അള്ളാന്റെ റസൂലിനിക്ക് വല്ലാത്ത സുഗന്ധം അനുഭവിക്കുകയാ. റസൂലുള്ള വല്ലാത്ത സുഗന്ധം, റസൂലുള്ളാക്ക് പരിമളം, വല്ലാത്ത സുഗന്ധത്തിന്റെ പരിമളം അടിച്ച് വീശുകയാണ് ഹബീബായ നബി തങ്ങൾക്ക്. അള്ളാന്റെ റസൂല് ചോദിച്ചു, യാ ജിബ്രീൽ. നബി തങ്ങളെ കൂടെ ജിബ്രീൽ ഉണ്ടായിരുന്നു. ആ ജിബ്രീലിനോട് അള്ളാന്റെ റസൂല് ചോദിക്കുകയാണ്, ഓ ജിബ്രീലേ, എന്താണ് വല്ലാത്തൊരു സുഗന്ധം അടിച്ചു വീശുന്നത്? വല്ലാത്തൊരനുഭൂതി, ഒരു നിർവൃതി എനിക്ക് ലഭിക്കുന്നുണ്ടല്ലോ ജിബ്രീൽ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, നബിയേ, വല്ലാത്ത തീക്ഷ്ണമായ അതിതീവ്രമായ പരീക്ഷണങ്ങൾക്ക് നേരിട്ട ഒരു മഹദിയുടെ ഖബറിൽ നിന്ന് വരുന്ന പരിമളമാണ് നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി, യാ റസൂലല്ലാഹ്, ഈജിപ്തിലെ കൊട്ടാരത്തിലെ രാജാവിന്റെ പെൺമക്കൾക്ക് തലമുടി വാരിക്കൊടുത്തിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. മാഷിതത്തു ബിൻതി ഫിർഔന വ ഔലാദിഹാ. നബിയേ, മാഷിത എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. മാഷിത എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു നബിയേ. ഫറോവയുടെ കൊട്ടാരത്തിൽ ഫിറഔന്റെ പെൺകുട്ടികളുടെ മക്കളുടെ മുടി ചീകി കൊടുക്കുന്ന പെണ്ണാണ് മാഷിത. ഒരു ദിവസം നബിയേ, മാഷിത ബീവി ഫറോവയുടെ മക്കൾക്ക് തല ചീകി കൊടുക്കുന്ന സമയത്ത്, മുടി ചീകി കൊടുക്കുന്ന സമയത്ത് ആ ചീർപ്പ് താഴേക്ക് വീണപ്പോ
ഫറോവയുടെ മക്കൾക്ക് മുടി വാർന്നുകൊണ്ടിരിക്കെ ആ ചീർപ്പ് താഴേക്ക് വീണ സമയത്ത് സുബ്ഹാനല്ലാ, ഉമ്മമാരെ ശ്രദ്ധിച്ച് കേൾക്കണേ, ഫറോവയുടെ മക്കൾക്ക് മുടി ചീകി കൊടുക്കുന്ന സമയത്ത്, നിലത്തേക്ക് ചീർപ്പ് വീണ സമയത്ത് അതാ മാഷിത ബീവി റളിയല്ലാഹു അൻഹ ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചീർപ്പെടുക്കുകയാണ്. ബിസ്മില്ലാ എന്ന് പറഞ്ഞ് ചീർപ്പെടുത്ത സമയത്ത് സുബ്ഹാനല്ലാ, ഫറോവയുടെ മകൾ ഇത് കേൾക്കുകയാണ്. ഫറോവയുടെ മകൾ ഓടിപ്പോയി ഫിറഔനോട് പറഞ്ഞു, ഉപ്പാ, ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളെല്ലാവരും നിങ്ങളെ പടച്ചോനായി കാണല്ലേ ഉപ്പാ. പക്ഷേ ഇവിടെ ഒരു സ്ത്രീയുണ്ട്, ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീ ബിസ്മില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത്, നിങ്ങളെ പടച്ചോനായി കാണുന്നില്ല. ഓടിപ്പോയി പറഞ്ഞു. ആ പറയുന്നതിന്റെ മുമ്പ് മാഷിത ബീവിയോട് ഈ മോള് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഉപ്പാനെ ആണോ അല്ലാ എന്ന് വിളിച്ചത്? ആ സമയത്ത് ഫറോ പറയാണ്, പിന്നെ മാഷിത ബീവി പറയാണ്, എടി പെണ്ണെ, നിന്റെ ഉപ്പാനെയല്ല ഞാൻ അല്ലാ വിളിച്ചത്, അല്ലാഹു റബ്ബി വ റബ്ബു അബീക്കി, എന്റെയും എൻ്റെ വാപ്പാന്റെയും റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ പെണ്ണ് ഓടിപ്പോയി വാപ്പയോട്, ഫറോവയോട് പറയുകയാണ്. ഫറോവ തൻ്റെ മന്ത്രിമാരോട്, അവിടുത്തെ പട്ടാളക്കാരോട് പറഞ്ഞു, ഈ മാഷിത്താനെ എൻ്റെ മുമ്പിലേക്ക് ഹാജരാക്കണം. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിക്കണം. അങ്ങനെ മാഷിത ബീവി റളിയല്ലാഹു അൻഹയെ ഫിർഔൻ കൊണ്ടുവരികയാണ് രാജസന്നിധിയിലേക്ക്, കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. മാഷിത ബീവിയെ കൊണ്ടുവന്നിട്ട് ഒരുപാട് ഭീഷണിപ്പെടുത്തി നോക്കി. മാഷിത, നീ ഇപ്പോൾ എനിക്ക് വഴങ്ങുകയാണെങ്കിൽ, എന്നെ റബ്ബ് എന്ന് നീ വിളിക്കുകയാണെങ്കിൽ, അംഗീകരിക്കുകയാണെങ്കിൽ, നിനക്ക് സ്വസ്ഥമായി സുന്ദരമായി സുഭിക്ഷമായി ഇവിടെ ജീവിക്കാം. മാഷിത പറഞ്ഞു, നിന്നെ എനിക്ക് വിശ്വാസമില്ല, നീയല്ല അല്ലാ, എൻ്റെ അല്ലാ, അല്ലാഹു റബ്ബി, എൻ്റെ റബ്ബ് എൻ്റെ പടച്ചോനാണ്, എടോ നിന്നിൽ എനിക്കൊരു വിശ്വാസവുമില്ല. ഒരുപാട് മാഷിത ബീവിയെ പിന്തിരിക്കാൻ ശ്രമിച്ചു. മാഷിത ബീവിയുടെ അചഞ്ചലമായ ഈമാനിന്റെ മുമ്പിൽ ഫറോവ പോലും മുട്ടുകുത്തി അവൻ തലകുനിക്കേണ്ടി വന്നു. അങ്ങനെ ഫറോവ തൻ്റെ പട്ടാളക്കാരോട് പറയുകയാണ്, ഒരടുപ്പുണ്ടാക്കണം, അടുപ്പുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെക്കണം, ആ പാത്രത്തിൽ നല്ല എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ചൂടാക്കണം, നല്ലോണം തിളപ്പിക്കണം, ആ എണ്ണ നല്ലോണം തിളച്ച് മറിയണം. സുബ്ഹാനല്ലാ, ഫറോവയുടെ പട്ടാളങ്ങൾ ആ എണ്ണ തിളപ്പിക്കുകയാണ്. ലഭിക്കാൻ സുലഭമായിട്ടുള്ള മുഴുവൻ വിറക് കഷ്ണങ്ങളും കൊണ്ടുവന്നിട്ട് ആ ചെമ്പങ്ങ് ആ പാത്രം ചൂടാക്കിയിട്ട് സുബ്ഹാനല്ലാ, മാഷിത ബീവിയുടെ വലിയ കുഞ്ഞുമോനെ വിളിക്കുകയാണ്. എന്നിട്ട് ആ എണ്ണയിലേക്ക് വലിച്ചെറിയുകയാണ്. ആ പൊന്നുമോൻ പൊരിഞ്ഞെടുക്കുകയാണ്, പൊന്നുമോനെ വറുത്തെടുക്കുകയാണ് എണ്ണയിൽ നിന്ന്. ഒന്നാലോചിച്ചു നോക്കണം പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ. മാഷിത ബീവിന്റെ ഹൃദയം നൊന്തില്ല. ഹൃദയം നൊന്തു എങ്കിലും മാഷിത ബീവിയുടെ ഈമാനിനൊരു ചാഞ്ചാട്ടവും സംഭവിച്ചില്ല. രണ്ടാമത്തെ കുട്ടിയെയും കൊണ്ടുവരാൻ ഫറോവ ഓർഡറിടുകയാണ്. രണ്ടാമത്തെ കുട്ടിയെയും കൊണ്ടുവന്നു, വറുത്തെടുത്തു. മാഷിത ബീവിയുടെ ഈമാനിനൊരു ചാഞ്ചാട്ടവും സംഭവിച്ചില്ല, പതറിയില്ല. മൂന്നാമത്തെ കുട്ടിയുണ്ടല്ലോ പ്രിയമുള്ളവരെ, 7 മാസം പ്രായമുള്ള കുഞ്ഞാ, അമ്മിഞ്ഞ നുകരുന്ന കുഞ്ഞാ. ആ കുഞ്ഞു ഉമ്മാടമാരുടെ തൊട്ടിപ്പിടിച്ചള്ളിപ്പിടിച്ചിരിക്കുന്ന കുഞ്ഞുമോൻ, ആ കുഞ്ഞു പൈതലിനെ വലിച്ചെറിയാൻ അടുപ്പ് തയ്യാറാക്കിയിരിക്കുകയാണ്. നൊന്ത് പറ്റി ആറ്റ് പോറ്റി വളർത്തിയ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെയും മൂന്നാമത്തെ കുഞ്ഞിനെയും ചോര പൈതലിനെയും ആ തീയിലേക്ക് എണ്ണയിലേക്ക് വലിച്ചെറിയാൻ ഫറോവ ഓർഡറിടുമ്പോ
മാഷിത്താ ബീവി പിടക്കാൻ തുടങ്ങി, ഹൃദയം പൊട്ടാൻ തുടങ്ങി. മാഷിത്താ ബീവിക്ക് ചെറിയൊരു ഈമാനിനെ ചാഞ്ചാട്ടം വരാൻ തുടങ്ങി. അതാ ഫറോവയുടെ പട്ടാളക്കാരെ ആ കുഞ്ഞു പൈതലിനെ ഉമ്മാറമാരിടത്തിൽ നിന്ന് വേർതിരിക്കുകയാണ്. ശക്തമായി വലിച്ചപ്പോ പട്ടാളക്കാരുടെ കയ്യിലേക്ക് കുഞ്ഞുമോൻ വരികയാണ്. മാഷിത്താ ബീവിയുടെ കയ്യിൽ നിന്ന് പോയി. ഒന്ന് ചിന്തിക്കണം, പാലിന്റെ അംശം കുഞ്ഞിന്റെ ചുണ്ടിലുണ്ടായിരുന്നുവത്രേ. ഉമ്മാന്റെ മുടിക്കെട്ട് വലിച്ചു പിടിച്ച കുഞ്ഞ്, ആ കുഞ്ഞിന്റെ കയ്യിൽ ഉമ്മാന്റെ മുടിയുടെ ഒരു കെട്ടുമുണ്ട്. ഉമ്മാനെ വിടാതെ പിടിച്ചത് കാരണം സുബ്ഹാനല്ലാഹ്, മാഷിത്താ ബീവി പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, സംസാരശേഷിയില്ലാത്ത ആ കുഞ്ഞ് പറയുകയാണ്, ഉമ്മാന്റെ സങ്കടം കണ്ടിട്ട് സംസാരിക്കാൻ കഴിവില്ലാത്ത ചോര പൈതലിൽ തൊട്ടിലിൽ കിടക്കേണ്ട താരാട്ട് പാട്ടുപാടി ഉറങ്ങേണ്ട ചോര പൈതൽ പറയാ, സംസാരിക്കുകയാ, യാ ഉമ്മാ അൻതി അലൽ ഹഖ്. ഉമ്മ വിഷമിക്കണ്ട, വ്യസനിക്കണ്ട, സങ്കടപ്പെടണ്ട, നിങ്ങൾ സത്യത്തിന്റെ മുകളിലാണ്. നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. ഒരിക്കലും ഒരിറ്റ് കണ്ണുനീർ തുള്ളി ഈ ഭൂമിയിലേക്ക് വീണുപോകരുത് എന്ന് ആ കുഞ്ഞു പൈതൽ, സംസാരിക്കാൻ കഴിയാത്ത പൈതൽ ഉമ്മയോട് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, വീണ്ടും കുഞ്ഞുമോൻ പറയുകയാണ്, ഉമ്മ കരയല്ല ഉമ്മ, ഈ ദുനിയാവിലെ എത്ര വലിയ ചൂടാണെങ്കിലും നമുക്ക് താങ്ങും ഉമ്മ. പരലോകത്ത് ഒരു ചൂട് നമുക്ക് പരലോകത്ത് അള്ളാഹുവിന്റെ തീ നമുക്ക് താങ്ങൂല. ദുനിയാവിലെ ഏത് വലിയ തീയാണെങ്കിലും നമുക്ക് സഹിക്കും ഉമ്മ. എത്ര വലിയ ചൂടാണെങ്കിലും നമുക്ക് സഹിക്കും, നമുക്കത് ക്ഷമിക്കാൻ കഴിയും ഉമ്മ. ഉമ്മച്ചി കരയരുത്, എൻ്റെ പൊന്നുമ്മ കരയരുത്. ആ സമയത്ത് മാഷിത്താ ബീവിക്ക് ഈമാൻ വീണ്ടും തിരിച്ചു വരികയാണ്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. മാഷിത്താ ബീവിക്ക് കൂടുതൽ ഊർജം വരികയാണ്. അങ്ങനെ ആ മൂന്നാമത്തെ കുഞ്ഞിനെയും ആ പട്ടാളക്കാർ, ഫറോവയുടെ ക്രൂരന്മാരായിട്ടുള്ള ഫറോവയുടെ പട്ടാളം എണ്ണയിലെടുത്ത് വറുത്തെടുത്തു. അതാ 3 കുഞ്ഞുങ്ങളെയും വറുത്തെടുത്തിട്ടും മാഷിത്താ ബീവിക്കൊരു ചാഞ്ചാട്ടമില്ല. കൊട്ടാരത്തിന്റെ കസേരയിൽ ഇരുന്നിരുന്ന രാജാവ് ഫറോവ ഇറങ്ങി വന്നിട്ട് മാഷിത്തയോട് പറഞ്ഞു, മാഷിത്ത, നീ വല്ലാത്ത പെണ്ണാണ് മാഷിത്ത, നിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയിട്ടുണ്ട് മാഷിത്ത. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ പടച്ചോന്ന് പറഞ്ഞ് നടന്നിരുന്ന ഫറോവ വേലക്കാരിയുടെ മുമ്പിൽ തലകുനിച്ചു പോയി. എൻ്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത പാഠം പഠിക്കാനുണ്ട് മാഷിത്താ ബീവിയിൽ നിന്ന്. നമുക്കെന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക്, പ്രതിസന്ധികൾ വരുമ്പോഴേക്ക്, രോഗങ്ങൾ വരുമ്പോഴേക്ക്, ഒരു ചെറിയ പനി വരുമ്പോ, ഊരവേദന വരുമ്പോ, അതല്ലെങ്കിൽ കാലുവേദന വരുമ്പോഴേക്ക് അള്ളാഹുവിനെ കോപിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിനോട് അനിഷ്ടം പ്രകടിപ്പിക്കുന്ന നമ്മൾ ഈ മാഷിത്താ ബീവിയുടെ ചരിത്രം, അതിൽ നിന്ന് ഒരംശമെങ്കിലും മാതൃകയാക്കേണ്ടതുണ്ട്. ആ മാഷിത്താ ബീവി പോകേണ്ട സ്വർഗത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. മാഷിത്താ ബീവിനോട് ഫറോവ ചോദിച്ചു, അല്ല മാഷിത്ത, അവസാനായിട്ട് എനിക്ക് വല്ല ആഗ്രഹമുണ്ടോ? മാഷിത്താ ബീവി പറഞ്ഞു, എൻ്റെ ആഗ്രഹം എൻ്റെ 3 കുഞ്ഞുമക്കളെയും എൻ്റെ ഖബറിൽ നിങ്ങൾ മറമാടണം. അതേ എനിക്ക് ആഗ്രഹമുള്ളൂ. അങ്ങനെ മാഷിത്താ ബീവിയെയും വധിക്കുകയും, സുദീർഘമായ ചരിത്രമാണ്, ചുരുക്കി പറയുകയാണ്, സമയത്തിൽ അധിഷ്ഠിതമായി പറയേണ്ടതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മാഷിത്താ ബീവിയെയും അതിക്രൂരമായി കൊല്ലുകയും മാഷിത്താ ബീവിയെയും 3 മക്കളെയും ഒരു ഖബറിൽ കുഴിച്ചിടുകയും മറമാടുകയും ചെയ്തു. റസൂലുള്ളാഹിനോട് ജിബ്രീൽ പറയുന്നു, ജിബ്രീൽ,
യാ റസൂലല്ലാ, അള്ളാന്റെ റസൂലേ, നബിയേ നബിയേ. അവര് മിറാജിന്റെ രാത്രിയിൽ പ്രയാണം നടത്തുമ്പോ സുഗന്ധം ലഭിച്ചു. ആ സുഗന്ധം എവിടുന്നാണെന്ന് ജിബിരീലിനോട് അലൈഹിസ്സലാം അള്ളാന്റെ റസൂല് ചോദിച്ചപ്പോ ജിബിരിയിൽ പറഞ്ഞ കഥയാണല്ലോ. ജിബിരിൽ പറയാ, യാ റസൂലല്ലാ, നിങ്ങൾക്ക് ലഭിച്ച പരിമളം സുന്ദരമായ സുഗന്ധമുണ്ടല്ലോ, ആ ഖബറിൽ നിന്നാ മാഷിത്തയുടെയും മാഷിത്ത ബീവിയും 3 മക്കളും കിടക്കുന്ന ഖബറാ. ആ 4 മഹാന്മാര് കിടക്കുന്ന, ആ 4 മഹൽ വ്യക്തിത്വങ്ങൾ കിടക്കുന്ന ഖബറിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ സുന്ദരമായ പരിമളം കിട്ടുന്നത് നബിയേ. ഒന്ന് ആലോചിച്ചു നോക്കൂ എൻ്റെ പ്രിയമുള്ളവരെ. ആ മാഷിത്ത ബീവിയെ നമ്മൾ പിൻപറ്റണം. ഇടക്കിടയ്ക്ക് ഈ ചരിത്രങ്ങളൊക്കെ ഒന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. നമ്മുടെ പിന്നെ ചിന്തയിലൂടെ മാഷിത്ത ബീവിന്റെ ചരിത്രം കൊണ്ടുവരണം. എത്ര വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴും, എത്ര വലിയ പ്രതിസന്ധികൾ വരുമ്പോഴും ഈ എളിയമായ, സുദീർഘമായ, എളിയമായി പറഞ്ഞ ഈ ഒരു ചരിത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ എവിടെയും നമ്മൾ തളരൂല, എവിടെയും നമ്മൾക്ക് സങ്കടം ഉണ്ടാവൂല, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവൂല, നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവൂല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞത് കേട്ടതെല്ലാം അള്ളാഹു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആ മാഷിത്ത ബിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാല് മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അള്ളാഹു ഹാസിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.